അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ടവരാണ് നമ്മൾ. ആ അനുധാവനമാണ് പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പലതും നമ്മൾ കാണേണ്ടി വരും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ഒരു സ്വഹാബിയും പ്രവാചകന്റെ ജന്മദിനം ഏത് ദിവസമാണ് എന്ന് അന്വേഷിച്ച് ഒരു ഗവേഷണം പോലും നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന് ആഗ്രഹിച്ച് അവര് ഒരു പ്രവർത്തനവും ചെയ്യാൻ ഒരുമ്പെട്ടിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം പോലും നടത്തിയിട്ടില്ല. സഹാബിമാർ, താബികൾ ആരും. അവരെല്ലാം ഈ ദീനിനു വേണ്ടി ജീവൻ കൊടുത്ത ആളുകളായിരുന്നു. പക്ഷേ അവർക്കാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവർക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉള്ളത് കൊണ്ടായിരുന്നു. കാരണം അവർ പഠിച്ചത്, പ്രവാചകൻ പഠിപ്പിച്ചത് പിന്തുടരുന്നതാണ് സ്നേഹമെന്നാണ്. പ്രവാചകൻ പഠിപ്പിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് സ്നേഹമെന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് മാറി അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അവർ ആലോചിക്കുക പോലും ചെയ്തില്ല. മാറി നിൽക്കരുന്നല്ലേ, അവരാലോചിക്കുക പോലും ചെയ്തില്ല. പ്രവാചകന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞുണ്ടായ ഒരാചാരം, ആചാരത്തിന്റെ പേരിലാണ് ഇനി നടക്കാൻ പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത്, അത് നടക്കുമ്പോ അതിനെതിരെ സംസാരിക്കുക മാത്രമല്ല നമ്മുടെ ദൗത്യം. തീർച്ചയായും പരപ്പനങ്ങാടി മസ്ജിദുൽ മുജാഹിദീനിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ജന്മദിനാഘോഷം പ്രവാചകന്റെ സുന്നത്തല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനെ നമ്മൾ വിമർശിക്കുമ്പോഴും എതിർക്കുമ്പോഴുമെല്ലാം തീർച്ചയായും അത് ജനങ്ങളെ അതേക്കുറിച്ച് ബോധവൽക്കരിക്കുമ്പോഴുമെല്ലാം നാം ഉൾക്കൊള്ളേണ്ടത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഇല്ലാത്തത് കൊണ്ടാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, പ്രവാചകൻ പിന്തുടരാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത്, പ്രവാചകൻ പിന്തുടർന്നത്, പ്രവാചകൻ ചെയ്യണമെന്ന് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിലെ മറ്റു രംഗങ്ങളിലെല്ലാമുള്ള പ്രവാചകന്റെ ചര്യകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, ആ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഉള്ള പരിശ്രമവും ഇതോടൊപ്പം ഉണ്ടാകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.